ഇന്ന് വൈകിട്ട് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറക്കി കഴിഞ്ഞിട്ടോട്ടെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത്. കാരണം പകലൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം വീട്ടിലെ പണികളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബഹളമായിരിക്കും. അപ്പോൾ രാത്രി ഇവരെ ഉറക്കിയിട്ടോട്ടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇന്ന് മാത്രം നമുക്ക് വീഡിയോ എടുത്തേക്കും കുറച്ച് വെട്ടമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് പിള്ളേർ ഉറക്കി കിടത്തുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ എഴുന്നേറ്റ് വരും. വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലമില്ല, ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, പിള്ളേർ രണ്ടും നേരത്തെ കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കൊറിയർ, ഇതാണ് ഇന്ന് വന്ന കൊറിയർ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. പക്ഷേ അൺബോക്സ് ചെയ്യാൻ നേരം ഈ ഫോണിനൊന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ആരുമില്ല. സാധാരണ ഞാൻ വീഡിയോ എടുക്കാൻ നേരം നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിലാണ് ഞാൻ ഫോൺ വെക്കാൻ. ഇതാണ് സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. എൻ്റെ മോളുടെയും കയ്യിൽ കൊണ്ടാണ് സ്റ്റാൻഡ് ഒടിഞ്ഞത്. കാലി ഇരിക്കുന്നില്ല. കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, ഇരിക്കുന്നില്ല. നമ്മളൊരു കുറേ ആയിട്ട് സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ട് സ്റ്റാൻഡ് മേടിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് ചാനൽ നിർത്തിവെച്ച സമയത്ത് ഈ സ്റ്റാൻഡ് അവിടെ ഇവിടെയൊക്കെ കിടന്ന് പിന്നെ കൊച്ചൊക്കെ എടുത്ത് കളിച്ച് നശിച്ചുപോയി. പിന്നെ വീണ്ടും ഞാൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ പോയി. ഇതിലായിരുന്നു നമ്മളിങ്ങനെ ഫോൺ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുന്ന് ഒടിഞ്ഞു പോയി, സ്റ്റാൻഡിൻ്റെ കാലും ഒടിഞ്ഞു പോയി. അപ്പോൾ അതിപ്പോൾ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഫോൺ ആരെങ്കിലും പിടിച്ച് തന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കൈ കൊണ്ട് പിടിക്കണം. ഒരു കൈ പിടിച്ചപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇക്ക് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ക് വന്നിട്ട് ഇക്കയുടെ ഫോൺ കൊടുത്തിട്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്താണ് സാധനം എന്ന്. ഞാൻ ഈ അടുത്തായിട്ട് 2-3 ഐറ്റമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും ഏകദേശം ഒരു സംശയം കിട്ടും. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ആവാനാണ് ചാൻസ്. എനിക്കിത് വന്നപ്പോൾ തൊട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും സാധനം ഞാൻ അപ്പം തന്നെ കീറിപ്പറിച്ച് അങ്ങ് സംഭവം എനിക്കിത് കാണണം. പക്ഷെ ഇതിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ പിടിച്ച് സഹിച്ച് നിൽക്കുകയാണ്. എനിക്കൊന്ന് വന്നാൽ അപ്പം നമുക്കിത് പൊട്ടിച്ച് ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് വന്നിട്ട് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പം പിള്ളേർ രണ്ടും ഉറങ്ങി കിട്ടും. ഉറങ്ങിയെന്ന് പറയാൻ പറ്റൂല, ഞാൻ ഉറക്കിയെന്ന് വേണം പറയാം. രണ്ടും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ പിടിച്ചെടുത്ത് ഉറക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേക്കാൻ വൈകും. അപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റും. നാളെ കൂടെ എക്സാം. നാളെ ദുവാമിക്ക് ലാസ്റ്റത്തെ എക്സാമാണ്. അപ്പോൾ ഇവർ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇന്നലെ കഴിയുക കുറേ തുണി കൊണ്ടിട്ട് മടക്കാനായിട്ട് ഇതുവരെ മടക്കിയില്ല. ഇനി അത് മടക്കിയില്ലെങ്കിൽ നാളെ കഴിയുന്ന തുണിയും കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ കിടന്ന് അങ്ങനെ കൂടും. ഈ കുന്നോളം ഉള്ളത് ഒരു മല കണക്കാം. അപ്പം ഞാൻ ഇപ്പോൾ കൈയോടെ മടക്കാൻ പോവാണ്. അപ്പം ഇവിടെ വിശക്കുന്നു, വല്ലാണ്ടങ്ങ് വിശക്കുന്നു. ഇനിയിപ്പോൾ ഇക്ക വരണമെങ്കിൽ ഇനി സമയം ഒരുപാടുണ്ട്. ഇപ്പം സമയം ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. ഇക്ക ഒരു 11:30 ആകാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് വിശക്കും. കാര്യങ്ങൾ എപ്പോഴും ഞാൻ ഇക്ക വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇക്ക വരുന്നതിന് എൻ്റെ വിശപ്പിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് പപ്പായ കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അപ്പോൾ പഴുക്കാഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു. ഇപ്പോൾ പെട്ടെന്ന് പഴുക്കുന്ന പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് ഇതൊക്കെ മുറിച്ച് കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ഇക്ക വന്നിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ 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 അല്ലേ? പപ്പായ ഞാനുണ്ടല്ലോ കഴിക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് കുതിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് പഴുത്തിട്ടില്ല കേട്ടോ. പണ്ട് നമ്മുടെ വീട്ടിൽ ഇതിന് മരം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാവും. അപ്പോഴൊന്നും എനിക്കിത് ഇഷ്ടമല്ല, ഞാൻ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല. ഉമ്മയും മുറിച്ച് ഫ്രണ്ടിൽ കൂടെ തന്നാൽ പോലും കഴിക്കൂലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ഇരുന്ന സമയത്താണ് ഇത് കഴിക്കാൻ വേണ്ടി എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. അന്ന് കഴിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാഴ്ച അത്രയൊക്കെ പഴുത്തിട്ടില്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നുണ്ട്. ഇതിൻ്റെ ചില ഭാഗത്തൊക്കെ മധുരമൊന്നുമില്ല, പക്ഷേ മുക്കാൽ ഭാഗത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ മധുരം. ഇത് ഫുള്ളും കഴിക്കാൻ ഇപ്പോൾ ഒറ്റ ഇരിപ്പിലാണ് ഇരുന്ന് ഞാൻ കഴിക്കും. പക്ഷേ ഇതിപ്പോൾ ഫുള്ളും കഴിച്ച് കഴിഞ്ഞാൽ ഇക്ക് വരുമ്പോൾ കേടുന്ന ചോറ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 കഷ്ണം കഴിച്ചിട്ട് ബാക്കി ഞാൻ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചു. അപ്പോൾ ഇതായിക്കാ ജോലി കഴിഞ്ഞ് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് പോലും വേണ്ട, ഇപ്പം തന്നെ എത്തും. അപ്പം നമുക്ക് ബാക്കി കാത്തിരിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇക്ക വന്ന് ഇനിയിപ്പോൾ ഫോൺ ഇക്കയുടെ കൊടുത്തിട്ട് നമുക്കിരുന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, ഇവിടെ തുറക്കും. പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു സേഫ് സ്റ്റിക്കും അതുപോലെ തന്നെ നമുക്ക് ഫോണൊക്കെ ഹോൾഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ സ്റ്റാൻഡൊക്കെ ആയിട്ട് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേറൊരാളില്ലെന്നുണ്ടെങ്കിൽ നമ്മളിത്
നമുക്കിപ്പോൾ കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നോക്കി കഴിഞ്ഞാൽ വീഡിയോ ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി റെക്കോർഡാകും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായാലൊക്കെ അത് തന്നെ സെൽഫി എടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വെച്ചേക്കാൻ വിചാരിക്കണം, കള്ളിൽ വെക്കാതെ കയ്യിൽ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ വെക്കാൻ മതി. അത്രേ ഉള്ളൂ. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഇത് സെൽഫിയൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കയ്യിൽ സുഖമായിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമുക്ക് കുഞ്ഞതായിട്ട് വീഡിയോ സെൽഫിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഫോൺ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് എത്രമാത്രം ലെങ്ത് ഉണ്ടോ നോക്കാം. ഇത്രയുണ്ട്. ഇതിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ട എൻ്റെ ഇത്രയും ഇതിന് ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് താഴത്ത് വെക്കാനായിട്ട് ഇവിടെ ലോക്കുണ്ട്. ലോക്ക് എങ്ങനെ ഇരുന്ന് ലോക്ക് നടിച്ച് ഓക്കെ. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നേരിപിടി താത്തിപ്പിടി, ഇതിവിടെ ഇങ്ങനെ ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് താഴത്തൊക്കെ അല്ലെങ്കിൽ എവിടെ ഇപ്പോൾ ടേബിളിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കിത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് എവിടെ പോയാലും നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അതാണ് ഒറ്റ നമ്മുടെ സാധാ സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എവിടെ പോകാനും നമുക്ക് ഇതിന് കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം, സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഉള്ളൊരു എക്സ്ട്രാ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം എവിടെ ആയിരുന്നു. പിന്നെയുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനകത്ത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിപ്പം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്ഥലത്ത് ഇത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രൈപോഡാട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ വേറൊരു വീഡിയോ വരുന്നത്. ഫ്രണ്ട്സ്.